ഹായ്, ഞാൻ ശ്രീത്ത്. മലബാർ ടെക് ആൻഡ് ലൈവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്ന കംപ്ലയിൻറ്റ് വെച്ചാൽ ഒരു മാരുതി 800 കംപ്ലയിൻ്റ് ആണ്. മാരുതി 800 കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത് വെച്ചാൽ ആക്സിൽ സൗണ്ട്. അതായത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് കടകടാന്ന് പൊട്ടുന്ന ആക്സിസ് ഉണ്ട്. അത് കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടംപോലെ എന്താ പറയുക, മാരുതി 800 ഗുജറിയിൽ പൊളിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്ത് സെക്കൻഡ് ഹാൻഡ് ആക്സിൽ ഉണ്ടാകും. ചിലപ്പോൾ ആക്സിൽ കൊണ്ടുപോയി ഇടും, ചിലപ്പോൾ ഇട്ടതിന് ശേഷമായിരിക്കും ഇതിൻ്റെ സൗണ്ട് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നാണ് നമുക്ക് ഇന്ന് വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വണ്ടീൻ്റെ ഈ വണ്ടിയല്ല, വേറെ വണ്ടിയുണ്ട്. ആ വണ്ടീൻ്റെ ആക്സിലിൻ്റെ ബൂട്ട് പൊട്ടിയിട്ടുണ്ട്. അതായത് ഈ ആക്സിലിൻ്റെ ബൂട്ട് പൊട്ടിയത് കാരണമാണ് ഇപ്പോൾ ഈ ആക്സിൽ ബൂട്ടിനകത്ത് വെള്ളം, പൊടി, ചളി, മണ്ണി ഇതൊക്കെ കയറുന്ന സമയത്ത് അതിൻ്റെ ഉള്ളത്തെ ബോൾ ബെയറിങ്ങുകളുടെ ബോളുണ്ട്. ആ ബോളിന് തേയ്മാനം വരും. അങ്ങനെയാണ് ആക്സിലിൻ്റെ സൗണ്ട് വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിന്ന് ആക്സിൽ ബൂട്ട് മാറ്റിയിട്ട് ഒരു വീഡിയോ ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആക്സിലൊക്കെ എന്തായാലും നല്ല സാധനത്തിൽ എന്തായാലും ഒരു 4000, 3000 ആ റേഞ്ച് വരെയുണ്ട്. പിന്നെ സെക്കൻഡ് ക്വാളിറ്റി സാധനത്തിന് ഒരു 2500, 2000. നമ്മൾ റീകണ്ടീഷൻ ചെയ്യുന്ന ആക്സിലിന് തന്നെ 1200 രൂപ അങ്ങനെയൊക്കെ വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആക്സിൽ ബൂട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം, ഗ്രീസ് ഫുള്ള് അടിച്ച് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ആക്സിൽ ബൂട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഫുള്ള് ഗ്രീസ് എന്തായാലും പുറത്തേക്ക് തെറിച്ച് പോകും. നമ്മൾ ആക്സിൽ നെട്ടയക്കുക. നമ്മൾ മാരുതി പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ ലോവർ ആം കാര്യങ്ങളൊന്നും അയക്കുക, വീൽ അയക്കാതെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഭാഗത്തെ ആക്സിൽ നമുക്ക് പുറത്തേക്ക് അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആക്സിൽ നെട്ട് ലൂസ് ചെയ്ത് ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ലിവർ വെച്ച് ആക്സിൽ തള്ളിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അയച്ചെടുത്ത ആക്സിൽ. ഇതിൻ്റെ ബൂട്ട് നമുക്ക് കണ്ടാലറിയാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലിപ്പെല്ലാം അയച്ചിട്ട് നമുക്ക് ബൂട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അത്രത്തോളം ഉള്ളിൽ ഡാമേജ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്തൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് അയച്ചെടുത്താൽ നമുക്ക് ഇതിനകത്തുള്ള ബെയറിങ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്ലിപ്പ് നമുക്ക് അയച്ചെടുക്കാം. ഇതാണ് ആ വലിയ ക്ലിപ്പ്. അപ്പോൾ ആ ക്ലിപ്പ് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ കപ്പ് നമുക്ക് പുറത്തേക്ക് വലിച്ച് ഊരെടുക്കാൻ പറ്റും.
ഇതിനകത്ത് ഒരു തൊള്ളി ഗ്രീസില്ല, ഗ്രീസെല്ലാം പുറത്തേക്ക് ബോട്ടിലോട് ഫുള്ള് തെറിച്ച് പോയി. ഇതേപോലെ ഇങ്ങനെ ഓടിയിരുന്നെങ്കിൽ ആക്സിൽ കംപ്ലൈൻ്റ് ആവും. ഇതിനകത്ത് ചെളിയും മണ്ണെല്ലാം കയറും. ഇതിനകത്ത് ഗ്രീസില്ലാത്ത ഒരു മെറ്റൽ നമ്മൾ ടച്ച് ചെയ്ത് തേയ്മാനം വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അത് ഡാമേജ് ആവും. അപ്പോൾ ഇതിൻ്റെ സർക്കിൾ പയറ്റിട്ട് ഈ വയറിങ് പുറത്തെടുക്കണം. ഇപ്പോൾ വയറിങ് പുറത്തെടുത്തിട്ട് ബൂട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാം. MGP ഒക്കെ വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ ഇതിൽ എന്താ പറയുക, ഈ ആക്സിൽ ബൂട്ടിനകത്ത് കിട്ടുന്ന ഗ്രീസ് സെപ്പറേറ്റ് വരികയായിരുന്നു. MGP ബൂട്ടൊന്നും കിട്ടില്ല. അപ്പോൾ സാധാരണ ഗ്രീസ് ഇട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഗ്രീസ് ഇല്ലാതിരിക്കാനുള്ള നല്ലത് ഇതിനൊക്കെ ഗ്രീസ് ഇടുന്നതാണ്. നമ്മൾ ബൂട്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കല്ല. കാറുകൾ നോക്കാൻ വേണ്ടി പറ്റില്ല. ഈ കറുപ്പ് കാണുന്ന ഇതില്ലേ, ഇത് അയച്ചാൽ ഇതാണ് എൻ്റെ ഡിപ്സ്റ്റിക്ക് വരുന്നത്. ഗിയർ ഓയിലിൻ്റെ മാരുതി 800 മാത്രമേ വരുന്നുള്ളൂ. മാരുതി സുസുക്കിൻ്റെ കാറുകളിൽ ഗിയർ ഓയിൽ നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷൻ. ബാക്കിയൊന്നും നമുക്ക് നെറ്റ് പോലത്തെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടിഭാഗത്ത് നോക്കാൻ വേണ്ടി പറ്റും.
ഇതെന്തായാലും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് അയച്ചെടുത്തിട്ട് ഇതിലൂടെയാണ് നമ്മൾ ഗിയർ ഓയിൽ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ഓയിലില്ല, ഓൾറെഡി നമ്മളെന്താ കുറച്ച് ഡ്രെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ കുറച്ച് ഫില്ല് ചെയ്യും. ഡ്രെയിൻ ചെയ്ത ഓയിൽ കുറച്ച് ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെന്താ ചെയ്യുക, ഇതിൻ്റെ ഓയിൽ നമുക്ക് ഡിപ്സ്റ്റിക്ക് വെച്ച് ഇതിൻ്റെ ഓയിലിൻ്റെ ക്യാപ്പും ഡിപ്സ്റ്റിക്കും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഗിയർ കാണുന്നുണ്ടോ അറിയില്ല, ഗിയർ ഉണ്ട് ഇതിൽ. അപ്പോൾ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ 800 ഉള്ളവർ ശ്രദ്ധിക്കുക. അതുപോലെ ആക്സിൽ ബൂട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് മുകളിൽ നോക്കിയാൽ തന്നെ കാണാം, നമുക്ക് അതിൻ്റെ കീറിയിട്ട് അതിൻ്റെ ഗ്രീസൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ബൂട്ട് മാറ്റിയാൽ ഇത്ര സോൾവ് ആകുന്ന പ്രശ്നങ്ങൾ. ബൂട്ടിനൊക്കെ 200 രൂപേൻ്റെ ഉള്ളിൽ ബൂട്ടിന് വില വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചത്തെ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.